ഗുരുവായൂരിന്റെ ചരിത്രത്തിലും ഭക്തിസാന്ദ്രമായ ആനക്കഥകളിലും ഇന്നും തിടമ്പേറ്റി നിൽക്കുന്ന ഗുരുവായൂർ കേശവന്റെ അതേ ആകാരത്തിലും അഴകിലും ഗജരാജ ശില്പം പുനരവതരിക്കുന്നു. ശ്രീവത്സം അങ്കണത്തിൽ ഞായറാഴ്ച രാവിലെ 9:30 നടക്കുന്ന സമർപ്പണ ചടങ്ങോടെ ഈ പുതിയ പ്രതിമ ഭക്തർക്കും സന്ദർശകർക്കുമായി സമർപ്പിക്കും. 1976 കേശവൻ ചെരിഞ്ഞത്. 1982 MRD ദത്തനാണ് കേശവൻ ചെരിഞ്ഞയിടത്ത് ശ്രീവത്സം വളപ്പിൽ ശില്പം തീർത്തത്. പഴക്കം കൊണ്ട് അതിന് കേടുവന്നപ്പോൾ 2022 ശില്പി സുരേന്ദ്രകൃഷ്ണന്റെ നേതൃത്വത്തിൽ പുതുക്കി പണിതു. എന്നാൽ പുതുക്കി പണിത ഗജരാജ ശില്പത്തിന് കേശവന്റെ യഥാർത്ഥ രൂപസൗന്ദര്യവുമായി സാമ്യമില്ലെന്ന വിമർശനം ഉയർന്നതോടെയാണ് ശില്പം പുനർനിർമ്മിക്കാൻ ദേവസ്വം തീരുമാനിച്ചത്. ഗുരുവായൂർ പത്മനാഭന്റെ ശില്പം മനോഹരമായി ചെയ്ത എളവള്ളി നന്ദനെ തന്നെ ദേവസ്വം അതേൽപ്പിച്ചു. ശില്പം പുനർനിർമ്മിക്കുകയെന്നത് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നും പഴയ ശില്പത്തിലെ കുറേ ഭാഗം പൊളിച്ചാണ് ഇപ്പോൾ ശില്പം പൂർത്തിയാക്കിയതെന്നും നന്ദൻ പറഞ്ഞു. കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിച്ച് ഭാവപ്പകർച്ചകൾ പഠിച്ചാണ് ശില്പം ഒരുക്കിയത്. പഴയ ശില്പത്തിന്റെ 3 കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റിയാണ് പുതിയ ശില്പം തീർത്തത്. മസ്തകം ഉയർത്തിപ്പണിതു. ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി. കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തനാണ് പിതാവിന്റെ സ്മരണയ്ക്കായി 10 ലക്ഷത്തോളം ചെലവഴിച്ച് ശില്പം വഴിപാട് നൽകിയത്. വിനീത് കണ്ണൻ, രാജേഷ് സൗപർണിക, അരുൺ പാന്തറ, ശ്രീരാഗ് ചങ്ങരംകുളം, ഉണ്ണി അഖിലാണം, നവ്യ നന്ദകുമാർ, സുനിൽ രഞ്ജിത്ത്, സാഗർ, സുഭാഷ്, ജോഷി എന്നിവരാണ് ശില്പനിർമ്മാണത്തിൽ നന്ദനൊപ്പം ഉണ്ടായിരുന്നത്. ഗുരുവായൂരിലെത്തുന്നവർക്ക് കാഴ്ചയുടെ പുതിയ വിരുന്നാകും ഈ ഗജരാജ പ്രതിമ.